നമസ്കാരം, ഡോക്ടർ ശ്രീദീപ്, ദ ന്യൂറോളജിസ്റ്റ്. നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലുമോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലുമോ ഇങ്ങനെ അബോധാവസ്ഥയിൽ കിടക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അബോധാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഉറങ്ങിക്കിടക്കുന്ന പോലെ ആയിരിക്കും. അവരെ വിളിച്ചാൽ അറിയുന്നുണ്ടാവില്ല. കൈയും കാലും വല്ലപ്പോഴും അനക്കം മാത്രമായിരിക്കാം. പെയിൻ സ്റ്റിമുലസ് കൊടുത്താൽ വലിയ പ്രതികരണമൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കോമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോവസ്റ്റ് ലെവൽ ഓഫ് കോൺഷ്യസ്നസ്, അതായത് ബോധ തലത്തിൻ്റെ ഏറ്റവും മോശമായൊരവസ്ഥയാണ് നമ്മൾ അബോധാവസ്ഥ എന്ന് പറയുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെ സംഭവിക്കുന്നത് തലച്ചോറിൻ്റെ പ്രവർത്തനം വല്ലാതെ കുറയുന്നത് കൊണ്ടാണ്. എന്തൊക്കെ കാരണത്താലാണ് കുറയുന്നത്? പ്രധാനമായിട്ടും ഉള്ളൊരു കാരണമാണ് മെറ്റബോളിക് കാരണങ്ങൾ. മെറ്റബോളിക് എന്ന് പറഞ്ഞാൽ ഷുഗർ, സോഡിയം, മറ്റ് ലവണങ്ങൾ ഇവയുടെ വേരിയേഷൻ കാരണം കൊണ്ട്. പിന്നെ ടോക്സിക്, നമ്മുടെ ഇപ്പം സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകളുടെ ഓവർഡോസ് കൊണ്ടോ അല്ലെങ്കിൽ റിക്രിയേഷണൽ ഡ്രഗ്സ്, അതായത് മയക്കുമരുന്നുകളുടെ ഉപയോഗം കൊണ്ടോ അല്ലെങ്കിൽ കിഡ്നി, ലിവർ എന്നിവയുടെ ഡാമേജ് കൊണ്ടുണ്ടാകുന്ന വിഷാംശങ്ങൾ കൊണ്ടോ ചിലപ്പോൾ അബോധാവസ്ഥ ഉണ്ടാകാം. പിന്നെയുള്ളത് ഇൻഫെക്റ്റീവ്, തലച്ചോറിനെ ബാധിക്കുന്ന അണുബാധകൾ, അതുകൊണ്ട് അബോധാവസ്ഥ വരാം. പിന്നെയുള്ളത് സ്ട്രക്ചറൽ ഡാമേജ്, അതായത് തലച്ചോറിലുണ്ടാകുന്ന പരിക്കുകൾ, ക്ഷതങ്ങൾ, ഇപ്പോൾ ആക്സിഡൻറ്റിലുണ്ടാകുന്ന തലച്ചോറിൻ്റെ മാരകമായ പരിക്ക്, ഇവയെല്ലാം. പിന്നെ സ്ട്രോക്ക്, വലിയ സ്ട്രോക്ക്, തലച്ചോറിലെ ബ്ലീഡിങ്, രക്തസ്രാവം, ഇവ കൊണ്ടെല്ലാം അബോധാവസ്ഥ വരുന്നു. മറ്റു പ്രധാനപ്പെട്ട കാരണമാണ് ഫിറ്റ്സ്, അപസ്മാരം, ഇവ കൊണ്ടും അബോധാവസ്ഥ ഉണ്ടാകാം. ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമ്മൾ അതിൻ്റെ സാഹചര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. പിന്നെ രോഗിയെ പരിശോധിക്കുന്നു, എന്തുമാത്രം ആഴത്തിലാണ് അബോധാവസ്ഥ ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. പിന്നെ EEG, CT സ്കാൻ, MRI, രക്തപരിശോധനകൾ ഇവയെല്ലാം ചെയ്തിട്ട് നമ്മൾ ഒരു അസസ്മെൻറ്റിലേക്ക് എത്തുന്നു. പിന്നെ ചികിത്സിക്കാൻ ശ്രമിക്കുന്നു. എന്താണ് നമ്മൾ ചികിത്സിക്കുന്നത്? ഒന്ന്, അതിൻ്റെ കാരണത്തെ, അതായത് ഇപ്പം അണുബാധയാണോ, മെറ്റബോളിക് പ്രശ്നങ്ങളാണോ, പരിക്കാണോ, സ്ട്രോക്കാണോ, ഇവ ചികിത്സിക്കുന്നു. പിന്നെയുള്ളത് അവ ഉണ്ടാകാൻ സാധ്യതയുള്ള സങ്കീർണതകളെ നമ്മൾ തടയാൻ ശ്രമിക്കുന്നു, അതായത് ശ്വാസകോശത്തിലെ അണുബാധ, തൊലിപ്പുറത്തെ പൊട്ടൽ തുടങ്ങിയവ. പിന്നെയുള്ളത് നല്ല രീതിയിലെ ന്യൂട്രീഷൻ, അതായത് പോഷകാഹാരങ്ങളും ഹൈഡ്രേഷനും കൊടുക്കുന്നു. ഇതാണ് ചെയ്യുന്നത്. പിന്നെ എന്തുമാത്രം സാധ്യതയാണ് ഇമ്പ്രൂവ്മെൻറ്റിനുള്ളത്? അത് 3 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഒന്ന്, എന്താണ് കാരണം? അതായത് ഇപ്പോൾ അണുബാധയൊക്കെ ആണെങ്കിൽ വളരെയധികം സാധ്യതയുണ്ട് ഇമ്പ്രൂവ്മെൻറ്റിനുള്ളത്. പക്ഷേ ഇപ്പോൾ തലച്ചോറിൻ്റെ മാരകമായ പരിക്കാണെങ്കിൽ സാധ്യത തീരെ കുറവാണ്. അതുപോലെ തന്നെ അതാണ് കാരണം. പിന്നെ എന്തുമാത്രം ഡാമേജ് ഉണ്ടായി? സിവിയർ ആണെങ്കിൽ ഭയങ്കര സാധ്യത കുറവ്, മൈൽഡാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ എത്ര പെട്ടെന്നാണ് ചികിത്സ കിട്ടിയത്? നമുക്ക് നോക്കാം കോമയെക്കുറിച്ച്. നന്ദി.